ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയായിട്ടുള്ള ഒരു ചെറുപയർ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒട്ടും താമസിക്കാതെ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി തലേന്ന് ഞാൻ ഒരു ഗ്ലാസ് ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് സവാള വേണം, പച്ചമുളക് വേണം, വെളുത്തുള്ളി വേണം. ഇനി ഞാനിവിടെ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഇനി പാകത്തിന് വെള്ളവും കൂടി എടുത്തിട്ട് നമുക്ക് സവാളയും പച്ചമുളകെല്ലാം അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞിടാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേവിക്കാൻ വെക്കാം. ഈ സമയത്ത് കറിക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് തേങ്ങ, ഒരു പിഞ്ച് പെരുംജീരകം, മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ നല്ല മഷി പോലെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ സമയത്ത് പയറൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ആ മിക്സിയുടെ ജാറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിങ്ങനെയൊന്ന് ഇളക്കി കൊടുത്ത് ആ അരപ്പിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കടുക് താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കൊഴുത്ത ചാറോട് കൂടിയ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെയൊക്കെ കൂടെയും പറ്റിയ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.